നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 998th day. Today, Pradhama Skandam, 13th chapter, 6th sloka. For details, please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 998 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 6ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ഓം തത്സത്. ശ്രീ പരമാനന്ദനാഥനായി അദ്വൈത ദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 6ാമത്തെ ശ്ലോകം. മുമുജു പ്രേമ ബാഷ്പൗഘം വിരഹൗക്യൗഖണ്ഡകാതര രാജാതമർക്കയാം ചക്രേ ഹൃദാസന പരിഗ്രഹം. ഓം തത്സുത്. മുമുജുർപ്രേമ ബാഷ്പൗഘം വിരഹോത്കണ്ഠ്യകാതര രാജാതമർക്കയാം ചക്രേ കൃതാസന പരിഗ്രഹം. ഓം തത്സത്. പദം വിരിക്കേണ്ടത് മുമുജു പ്രേമ ബാഷ്പൗഘം വിരഹൗത്കണ്ഠ്യ കാതര. വിരഹ ഔത്കണ്ഠ്യ കാതര. രാജ തമർക്കയാ രാജ തമ അർഹയാം ചക്രേ. രാജ തമ അർഹയാം ചക്രേ കൃതാസന പരിഗ്രഹം. കൃത ആസന പരിഗ്രഹം. അതാണ് കൃതാസന പരിഗ്രഹം. അതായത് മുമുജു മോചിപ്പിച്ചു. പ്രേമ ബാഷ്പൗഘം പ്രേമത്താലുണ്ടായ ആ കണ്ണീര്. അതായത് വിരഹോത്കണ്ഠ്യ കാതര വിരഹം നിമിത്തമുണ്ടായ ഉത്കണ്ഠ കൊണ്ട് പരിവശന്മാരായിട്ട് കണ്ണീരിനെ മോചിപ്പിച്ചു. അത് അദ്ദേഹം വിരഹത്തിൻ്റെ നിന്നും ഉണ്ടായ ആ സങ്കടം ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോഴാണ് ആ വിരഹം കൊണ്ടുണ്ടായിട്ടുള്ള ഇത്ര നാളും അടക്കി വെച്ചിട്ടുള്ള ആ പ്രേമത്തോടു കൂടിയിട്ടുള്ള അവരുടെ ആ ഉത്കണ്ഠയൊക്കെ പുറത്തു വരുന്നത്, കണ്ണീരായിട്ട് പുറത്തു വന്നു എന്നുള്ള അർത്ഥത്തിൽ പറയുകയാണ്. പ്രേമ ബാഷ്പം പ്രേമം കൊണ്ടുള്ളായ പുറപ്പെട്ട കണ്ണീരിനെ മോചിപ്പിച്ചു. കൃതാസന പരിഗ്രഹം ആസനത്തെ സ്വീകരിച്ചിരിക്കുന്ന അവനെ, അതായത് ബഹുമാനപ്പെട്ട് അദ്ദേഹത്തിന് ആസനം നൽകി ഇരിക്കാനിടം നൽകി യഥാവിധി ഇരുത്തിയിട്ട് രാജ യുധിഷ്ഠിരൻ അർഹയാം ചക്രേ അർഹമായ വിധത്തിൽ ചക്രയെ പൂജിച്ചു. അതായത് ഈ വിതുരർ രാജ്യം വിട്ടു പോയിട്ട് വളരെ നാളായി. അപ്രകാരം അദ്ദേഹം പോയതു മാത്രം മൂലമുള്ള ആ വിരഹത്തെ ഉള്ളിലടക്കിക്കൊണ്ടിരുന്ന അവരൊക്കെ ആ ഉത്കണ്ഠയെ കണ്ണീരിലൂടെ, പ്രേമമാകുന്ന കണ്ണീരിലൂടെ, പ്രേമത്തിൽ കൊണ്ട് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഉണ്ടായ ആ സന്തോഷത്താൽ ഇത്രനാളും അടക്കി വെച്ചിരുന്ന ആ ദുഃഖത്തെയൊക്കെ കണ്ണീരായിട്ട് പുറത്തു വന്നു. ആ അത് അപ്രകാരം എല്ലാവരും ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന കഴിഞ്ഞ കുറേ ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുന്ന യൂത്സു, ധൃതരാഷ്ട്രർ, ധർമ്മപുത്രർ, സഹോദരന്മാർ, മറ്റ് കുന്തിദേവി, പാഞ്ചാലി, ഗാന്ധാരി, സുഭദ്ര, ഉത്തര, ആ രാജധാനിയിലുള്ള സർവ്വ സ്ത്രീകളും കുട്ടികളും യുദ്ധത്തിൽ ബാക്കിയായിട്ടുള്ള പുരുഷന്മാരും എല്ലാവരും ചേർന്ന് വന്ന് ഈ വിതുരരെ സ്വീകരിച്ചു. വേണ്ട വിധത്തിൽ ആസനത്തിലിരുത്തി പൂജിച്ച് അദ്ദേഹം പോയിട്ട് ഉണ്ടപ്പോൾ ഉള്ള അടക്കി വെച്ച ആ ദുഃഖത്തെയൊക്കെ കണ്ണീരിലൂടെ മോചിപ്പിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ട വിധം സൽക്കരിച്ച് ആലിംഗനം, വന്ദനം മുതലായവയൊക്കെ ചെയ്ത് അതിനുശേഷം രാജാവായിട്ടുള്ള യുധിഷ്ഠിരൻ അദ്ദേഹത്തെ അർഹമായ വിധത്തിൽ പൂജിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ് വിതുരർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു.
പരമഭക്തനും സാത്വികനുമായിരുന്നു അദ്ദേഹത്തെ. പക്ഷേ ദുര്യോധനാദികൾ വകവച്ചില്ല. അവർ എപ്പോഴും അദ്ദേഹത്തെ ശകാരിച്ചു കൊണ്ടിരുന്നു. അപ്രകാരം ദുസ്സഹമായ അവമാനം സഹിക്കാൻ വയ്യാതെയാണ് അദ്ദേഹം ഈ യുദ്ധത്തിന് കുറച്ചു മുൻപേ രാജധാനി വിട്ട് ഹസ്തിനപുരം വിട്ട് തീർത്ഥയാത്രയ്ക്ക് പോയത്. ഇപ്പോൾ വഴിയിൽ വെച്ച് മൈത്രേയരെ കണ്ടുമുട്ടുകയും ആദ്യം ഉദ്ധവരെ കണ്ടുമുട്ടി, പിന്നീട് മൈത്രേയരെ കണ്ടുമുട്ടി, അവിടെ നിന്നും അറിയേണ്ടതൊക്കെ അറിഞ്ഞ് ഇപ്പോൾ ഹസ്തിനപുരത്തിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹത്തെ എല്ലാവരും എപ്രകാരം സ്വീകരിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ 4 ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞത്. ഈ ശ്ലോകം ഒരിക്കൽ കൂടി. മുമുജു പ്രേമ ബാഷ്പൗഘം വിരഹോത്കണ്ഠ്യ കാതര രാജാതമർഹയാം ചക്രേ കൃതാസന പരിഗ്രഹം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാലത്തെ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.